എലിക്കുട്ടി, എലിക്കുട്ടി. അമ്മച്ചി, അപ്പച്ചൻ കാപ്പ് കുടിക്കാൻ വന്നിരിക്കുന്നു. എലിക്കുട്ടി, ചേടാ ഇവിടെ എവിടെ പോയി? എന്നെ കണ്ടിട്ട് എന്തെങ്കിലും മാറ്റമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഈയിടെയായിട്ട് ചില മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതെന്താണെന്ന് പറ. എന്നെ കൊണ്ടൊന്ന് പറയണ്ട. ഇവൾക്ക് എന്താ ചെയ്താൻ കൂടിയോ? എലിക്കുട്ടി, നീ എന്റെ തലയിലേക്ക് ഒന്ന് നോക്കി. ഒരു വെളുത്ത തലമുടി കാണിച്ചു തരാമോ? ഒരു 4-5 കൊല്ലം മുമ്പേ ഡൈ ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോ നമ്മൾ ഒരുമിച്ച് പുറത്തു പോയാലേ നീ എന്റെ അമ്മയാണെന്നേ ആൾക്കാര് പറയൂ. എന്നാ പിന്നെ മോളാകാൻ പ്രായമുള്ള ഒരെണ്ണത്തിനെ കെട്ടിക്കൊണ്ടുവാ. ഒരെണ്ണത്തിനെ കൊണ്ടുവന്ന് താ. അയ്യോ, നരച്ചപ്പോഴാ ഒരു മുതുകത്ത്. അതിനിപ്പോ എന്താ ഉണ്ടായി എവിടെ? എന്താ വേണ്ടേ? നിന്നിളിക്കാതെ കാര്യം പറ. റോയ്ക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം? എനിക്ക് തന്നോട് ഒരു ദേഷ്യമില്ല. വളരെ ശരിയാ, എന്ത് സൗമ്യമായിട്ടാ സംസാരിക്കുന്നേ. തന്റെ ഈ കളിയും ചിരിയും തമാശയും എന്റെ അടുത്ത് വേണ്ട. അതിന് വേറെ ആളെ നോക്കിയാ മതി. റോയുടെ പരിചയത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നോക്ക്, നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടപ്പോ താൻ എന്നോട് പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഓവർ സ്മാർട്ട് ആക്കാൻ ശ്രമിക്കരുത്. തനിക്ക് അല്പം ബുദ്ധി ഉണ്ടെന്ന് കരുതി ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരാണെന്ന് കരുതരുത്. ഇത്രയൊക്കെ ഫ്രീഡം കാണിക്കാൻ ഇത് തന്റെ സ്വന്തം വീടാണെന്ന് കരുതിയോ? മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിയാമെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി. അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്ക് മടങ്ങി പോകുന്നതായിരിക്കും നല്ലത്. സ്നേഹമുള്ളവരോട് ഒരൽപ്പം സ്വാതന്ത്ര്യത്തോട് പെരുമാറിയാൽ അത് തെറ്റാവില്ലെന്ന് കരുതി എനിക്ക് തെറ്റുപറ്റി. എന്നോട് ക്ഷമിക്കൂ. പഠിക്കാനിടുന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ വന്നിക്കാണോ? ഞാൻ ഇത്രയും നേരം പഠിക്കുകയായിരുന്നു. റിസൾട്ട് വരുമ്പോ വല്യമ്മച്ചി എന്നെ വഴക്കുറയരുത്. ബീനക്കുഞ്ഞെ, എന്താണ് കുട്ടി? ഞാൻ ബീനക്കുഞ്ഞിനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. എനിക്കൊരു 200 രൂപ കടം തരാവോ? അയ്യോ, അന്നുകുട്ടിക്ക് ഇപ്പൊ എന്തിനാ കാശ്? എന്റെ ഒരു കൂട്ടുകാരിയുടെ കല്യാണമാ. ഒരു സാരിയെങ്കിലും വാങ്ങി കൊടുത്തില്ലെങ്കിൽ അത് എന്റെ കയ്യിൽ എവിടുന്ന? അന്നുകുട്ടി ഞാൻ വരുന്ന മച്ചി. അന്നുകുട്ടിക്ക് അമ്മച്ചിയോട് ചോദിക്കരുതോ? അയ്യോ കുഞ്ഞെ, ഞാൻ കാശ് വെച്ചാരി അമ്മച്ചിയോട് പറയല്ലേ. ഇപ്പൊ തന്നെ 170 രൂപ അധികമാ പറ്റിയിരിക്കുന്നത്. അന്നുകുട്ടി, അന്നക്കുട്ടിയുടെ ഓരോ വിഷമങ്ങൾ കാണുമ്പോഴേ സമാധാനായിട്ടിരിക്കെ. കാശ് ഞാൻ ഒപ്പിച്ചുതരാം. എങ്ങനെ കുഞ്ഞെ? അപ്പച്ചന്റെ അടുത്ത് മേടിച്ചു തരാം. കുഞ്ഞെ, എനിക്കാണെന്ന് പറഞ്ഞാൽ തരത്തില്ല. ഞാൻ മേടിച്ചു തരാന്ന് പറഞ്ഞില്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, രൂപ തന്നത് അപ്പച്ചനാണെന്നുള്ളത് അമ്മച്ചി അറിയരുത്. ഞാൻ പറയത്തില്ല, പക്ഷെ കുഞ്ഞു പറയാതിരുന്നാ മതി. ഞാൻ പറയല്ല, നിന്നാണ് സത്യം. ഞാൻ പറയല്ല. അപ്പച്ചൻ ഡാൻസ് ചെയ്യാണോ? അല്ല, എക്സസൈസ്. എന്ന് രാവിലെ ചെയ്യാറുണ്ടോ? ഏയ്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ദിവസവും കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യണമെന്ന്. ആരെ കൊണ്ട് പറ്റും? വല്ലപ്പോഴൊക്കെ ചെയ്യും. ഏലിക്കുട്ടിയും ബീനിയും പള്ളി പോയിട്ട് വന്നിട്ടില്ലേ? ഇല്ല. തങ്കച്ചനും റോയിച്ചനും അവരെണീറ്റില്ലെന്ന് തോന്നുന്നു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഉറക്ക കുടിശ്ശി തീർക്കായിരിക്കും. തീർക്കട്ടെ. അപ്പച്ച, അന്നക്കുട്ടി അപ്പച്ചനോട് എന്തെങ്കിലും ചോദിച്ചിരുന്നോ? അതെന്താ, അവൾ എന്തെങ്കിലും എന്നോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു? അല്ല അപ്പച്ച, ഒന്നുമില്ലേ? അതല്ല അപ്പച്ച, അന്നക്കുട്ടിയുടെ ഒരു കൂട്ടുകാരുടെ കല്യാണമാണ്. ഒരു സാരി മേടിച്ചു കൊടുത്തേക്കാമെന്ന് അന്നക്കുട്ടി മുമ്പേ ഏറ്റിരുന്നിട്ടുണ്ടെന്ന്. ഇപ്പൊ അത് മേടിക്കാൻ കാശില്ലെന്നും പറഞ്ഞ് അവിടെ കിടന്ന് കരഞ്ഞോണ്ടിരിക്കുക. അപ്പച്ച അത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു അപ്പച്ചന്റെ കയ്യിൽ നിന്ന് മേടിച്ചു തരാമെന്ന്. ഒരു സാരി വേണമെങ്കിൽ ഞാൻ കടയിൽ നിന്ന് എടുത്തു കൊടുക്കുമായിരുന്നല്ലോ. അതിനെന്തിനാ അവള് കരയണേ? സാരി ഒന്നും കൊടുക്കണ്ട അപ്പച്ച, ഒരു 10-200 രൂപ ഞാൻ കൊടുത്തേരെ. അവക്ക് ഇഷ്ടമുള്ള അവള് മേടിച്ചോട്ടെ. മേടിച്ചോട്ടെ. ഇനി ഒരു സാരി കൊടുത്തില്ലെന്ന് വെച്ച് അവളുടെ കൂട്ടുകാരുടെ കല്യാണം ഒന്നും മുടങ്ങണ്ട.
എന്താ അമ്മച്ചും ചേച്ചിയും പള്ളിയിൽ പോയിട്ട് വന്നില്ലേ? വന്നില്ലല്ലോ കുഞ്ഞേ. ഒന്നുമില്ല അന്നക്കുട്ടി, ഞാൻ അപ്പച്ചനോട് അന്നക്കുട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു? ഒന്നും പറയല. കാശിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കി. ഞാനല്ലേ വിളിക്കുന്നു. വാ വാ, നീ വല്ലതും പറയൂ. ഒന്നും പറയല. വാ വാ വാ. അമ്മച്ചി പള്ളിയിൽ നിന്ന് വരാറായിട്ടുണ്ട്. അപ്പച്ചനെ രൂപ ആരോട് പറയരുത്. ഞാൻ ആരോടും പറയില്ല. ഇന്നെന്താ കുർബാന കഴിയാൻ വൈകിയത്? ഇന്ന് പുതിയൊരു അച്ഛന്റെ പ്രസംഗമായിരുന്നു. എത്ര നേരമായിരുന്നില്ലേ? നീ ഇന്ന് പള്ളി പോകുന്നില്ലേ? ഞാൻ വൈകുന്നേരം വെക്കോളാം. അമ്മച്ചി, ഇപ്പൊ അമ്മച്ചി അങ്ങോട്ട് പോകണ്ട. എന്താ മോളെ? പറയുന്നതിൽ വിഷമമുണ്ട്. എന്നെ പറയാതിരുന്ന അതിലും വിഷമല്ലേ? എന്താ? ആ അന്നക്കുട്ടി അപ്പച്ചന്റെ മുറിയിലോട്ട് ചെന്നിട്ട് കുറെ നേരമായി. അല്ല, ഒന്നുമില്ലായിരിക്കാം. അമ്മച്ചിയുടെ ശുദ്ധതയ്ക്ക് ഒന്നും തോന്നുകയല്ല. എന്നാലും അമ്മച്ചി ഇപ്പൊ അങ്ങോട്ട് ചെന്ന് അപ്പച്ചനെ പിടിച്ചില്ലല്ലോ. പോയിട്ട് വേഗം വരണേ. ആ ശരി മലയാളി. അമ്മച്ചി 95 എന്തിനല്ല മുതലാളി? വേണ്ട അമ്മച്ചി, ഇപ്പൊ ഒച്ചപ്പാടിനൊന്നും പോണ്ട. സത്യാവസ്ഥ എന്താന്ന് അറിഞ്ഞിട്ട് ചോദിച്ചാ മതി. സ്നേഹിക്കപ്പെടാനുള്ള ഭാഗ്യം എനിക്ക് നിഷേധിച്ചോളൂ. എനിക്ക് പരിഭവമില്ല. പക്ഷെ സ്നേഹിക്കാനുള്ള എന്റെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. എന്റെ മനസ്സിൽ എന്നും ഈ ഒരു രാജകുമാരന് മാത്രമേ സ്ഥാനമുള്ളൂ. ഇത് വലിയ പണ്ടാറടങ്ങലായി പോയല്ലോ എന്റെ ദൈവമേ. എന്നാ പിന്നെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കയറി കിടന്നോടെ ഇതിന് നശിപ്പ്. ഓ അന്നക്കുട്ടി, അന്നക്കുട്ടി. എന്റെ കർത്താവേ, ഞാനിത് എന്നതായി കാണുന്നേ? ഇത്രയും വയസ്സായിട്ട് ഈ മനുഷ്യൻ എന്റെ കണ്ണു വെട്ടിച്ച്. ഏലുകുട്ടി, നീ എന്തായി പറയണേ? നിങ്ങളൊന്നും മിണ്ടരുത്. ഏലുകുട്ടി, നിക്കവിടെ നിക്ക്. അയ്യോ, എന്നാ വെക്കുന്നേ? ഈ മുതലാളിക്ക് എന്താ പറ്റി? മുതലാളിക്ക് എന്താ പറ്റിയെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഒന്നും അറിയാൻ വയ്യാത്ത പോലെ അഭിനയിക്കുന്നു. ഈ നിമിഷം ഏലുകുട്ടി, നിനക്കെന്താ വട്ടുണ്ടോ? എനിക്കല്ലേ വട്ടം, നിങ്ങൾക്കാ. മോനെ, എന്നാ പറ്റി മക്കളെ, ഒന്നിങ്ങോട്ട് വാ. എന്താന്ന് പോയിച്ചാ, തങ്ങച്ചാ. എന്താ മച്ചി? കാര്യം എന്താ? മോനെ, നിങ്ങളുടെ അപ്പച്ചൻ നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ലടോ. കാര്യം എന്താണെന്ന് പറ. പ്രായമായ പെമ്പിള്ളേരെ വീട്ടിൽ നിർത്തരുതേ നിർത്തരുതേ എന്ന് വലിയ പറമ്പിലെ ചേട്ടത്തി എന്നോട് പറഞ്ഞതാ. നിങ്ങളായിരുന്നു എനിക്ക് പേടി. ഈ മുതുക്കൻ ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ കർത്താവേ, ഞാൻ ഇത്ര നാൾ ഈ വീട്ടിൽ നിന്നിട്ട് എനിക്ക് ഈ കറിയാണോ മുതലാളി? ഞാനിനി
അയ്യോ ഞാനിതൊന്നും അറിഞ്ഞല്ലേ. മുടിയൊക്കെ കറുപ്പിച്ച് ചെറുപ്പക്കാരനാകാൻ നോക്കി ഇതിനായിരുന്നില്ലയോ? മുറി വിളിച്ചു വരുത്തി നിങ്ങൾ ഇവർക്ക് രൂപ കൊടുത്തോന്ന് ഞാൻ അറിഞ്ഞില്ലെന്ന് വിചാരിച്ചോ? എന്റെ മനസ്സിന്റെ ശുദ്ധത കൊണ്ടാ ദൈവം ഇപ്പോഴെങ്കിലും ഇതെനിക്ക് കാണിച്ചു തരാൻ തോന്നിയത്. ശരിയാണ്, 6-ാം പ്രമാണം തെറ്റിച്ചുണ്ടെന്ന് ആർക്കറിയാൻ കർത്താവേ. എന്താ അപ്പച്ച ഇതൊക്കെ? ഞാനേ ഇങ്ങനെ മാറി വെച്ച് അയ്യോ, നോക്ക് മക്കളെ, ഇത് കണ്ടോ? ഇവൾക്ക് മുഴുവൻ ഭ്രാന്ത. ഇവളെ കൊണ്ടുപോയി ചങ്ങലിക്കിട. ഞാനിവിടെ വന്നു എന്നുള്ളൂ, ഇവളെ തൊട്ടു എന്നുള്ളൂ സത്യ. ഇവള് പറയുന്ന പോലെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്റെ പൊന്നു മോനെ, ഇനി ഞാൻ ശരിക്കുള്ളൊരു സത്യം വേണ്ട, പറയാം. വേണ്ട. ആ. എന്റെ പൊന്നു മോനെ ചെയ്ത തെറ്റി ന്യായീകരിക്കാൻ ശ്രമിക്കണ്ട. ഞാൻ ഇത്തിരി വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം കുടിക്കും. അയ്യോ എന്റെ കർത്താവേ. എന്റെ ദൈവമേ. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല. ഇനി നീ മിണ്ടി പോകരുത്, കൊന്നു കളഞ്ഞ. നിങ്ങൾ എന്നെ കൊല്ലു മനുഷ്യ. ഇതിലും ഭേദം അതാ. ഞാൻ ചത്താ നിങ്ങൾക്ക് അവളോടൊപ്പം കൊടുക്കാമല്ലോ. എന്റെ അന്റെ കുട്ടി ഞാൻ എന്തായി കേക്കണേ? ഞാനല്ലല്ലോ അമ്മയ്ക്കല്ലേ ആവശ്യമില്ലാതെ എന്റെ മോനെ നീ എന്താ ഇങ്ങ് വന്നേ. അയ്യോ കർത്താവേ, ഇത് കുറെ കടന്ന കൈയായി പോയി. ആയിക്കോട്ടെ. ആ എന്തുവാടേ ഇത്? നീ ഇത് എവിടെ പോയി കിടക്കുവായിരുന്നു? എത്ര നേരം ഞങ്ങൾ ഇവിടെ കാത്തിരിക്കണം അറിയാം. താമസിച്ചതിന് തക്കതായ ഒരു കാര്യം ഉണ്ടായി. പിന്നെ വേണ്ട വേണ്ട, കൂടുതൽ വായൊന്നും പിടിക്കണ്ട. അത് പൊട്ടിച്ച് രണ്ടെണ്ണം ഒഴിക്കാൻ നോക്ക്. എന്തുവാടാ നീ കാര്യമുണ്ടെന്ന് പറഞ്ഞത്? പിന്നെ നമുക്കെല്ലാം പ്രയോജനമുള്ള ഒരാളെയും കൊണ്ടാ ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ശത്രുവിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഒരാൾ. അതാരടാ? പിന്നെ ഇഞ്ചക്കാട്ടെ വേലക്കാരി അന്നക്കുട്ടി. അവക്കറിയാൻ വയ്യാത്ത ഒരു രഹസ്യവും അവിടെ ഇല്ല. ആഹാ. ആ എന്തോ കാര്യത്തിന് അവളെ അവരവിടെ നിന്ന് ഇറക്കി വിട്ടു. ആ ചന്തകവലെ കിടന്ന് കറങ്ങുന്ന കണ്ടപ്പോ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോന്നു. അതിനിപ്പോ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു എന്തിനാടാ? ഇവിടെ നിർത്തായി. ഞാൻ അമ്മച്ചയെ കണ്ട് ഒന്ന് സോപ്പിട്ടൊക്കെ വെച്ചിരിക്കുക. അമ്മച്ചയ്ക്ക് അതിനകത്ത് വലിയ എതിർപ്പൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇനി നിങ്ങളൊന്ന് സമ്മതം മൂളിയാ മതി, നമുക്ക് അവളെ ഇവിടെ നിർത്താം. അല്ല, നമുക്ക് അവളെ കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാവൂടാ? ഇന്നല്ലെങ്കിൽ നാളെ അതിന് പ്രയോജനം ഉണ്ടാവുമെന്ന് വെച്ചോ. അച്ചായമ്മ അമ്മച്ചോടൊന്ന് പറഞ്ഞേ അവളെ ഇവിടെ നിർത്തായി. വാ വാ. നീ കരയാതെ, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ഇച്ചേ വരുന്നു. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാൻ വരികയായിരുന്നു. എന്നതാ? നമ്മുടെ മരിച്ചുപോയ മറിയുടെ മോള. അവര് നിന്നെ കുറെ എടുത്തിട്ടുള്ളതാ. ഞാൻ ഇവിടെ നിർത്തിക്കോട്ടെ? അതിനെന്നാ, അമ്മച്ചിക്ക് ഇഷ്ടമുണ്ട് ഇവിടെ നിർത്തിക്കോ. എന്നതാണ് എന്റെ പേര്? അന്നക്കുട്ടി. നിന്നോട് ചോദിച്ചില്ല. അന്നക്കുട്ടി. എന്നാലും അപ്പച്ചൻ ഈ വയസ്സുകാലത്ത് ഇത്ര ചീപ്പായിട്ട് അടി വെച്ചല്ലോ. ഞാൻ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് പറയണേ? അതൊരു മകന് അപ്പനോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ അപ്പച്ച? റോയ്, ഇപ്പൊ തന്നെ എനിക്ക് അരവട്ട. എന്നെ മുഴുവട്ടാക്കരുത്. ഏതായാലും കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. ഇനി അതിനെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. പശ്ചാത്തപിക്ക്? അപ്പൊ ഞാൻ തെറ്റ് ചെയ്തെന്നാണ് നീ വീണ്ടും പറഞ്ഞു വരണേ? സമ്മതിച്ചു, അപ്പച്ചൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇനി ചെയ്യുമില്ല. വേഗം റെഡി ആവും നോക്ക്, നമുക്ക് കടയിലോട്ട് പോവാം. ഞാനില്ല, എന്റെ മനസ്സിന് തീരെ സുഖമില്ല. ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ കടയിലേക്കില്ല. അപ്പച്ചൻ നമ്മുടെ ബിസിനസ് ഒക്കെയാണ് പൊളിയട്ടെ. മനുഷ്യന് വേണ്ടത് സമാധാനവും സുഖ. നീ പോയിക്കോ. ഇല്ല, അത് ശരിയാവില്ല. അപ്പച്ചൻ കൂടെ വന്നേ പറ്റൂ. റെഡിയായി വന്നേ. വരാനാ പറഞ്ഞത്. വരാനാ പറഞ്ഞത്. വരാൻ പറഞ്ഞാ വരണം. നിനക്കറിയോ ഞാൻ അനുഭവിക്കുന്ന വേദന? പാവം അന്നക്കുട്ടി. എത്ര കൊല്ലായിട്ട് നിൽക്കുന്നു അവളിവിടെ. അവളെ ഇവിടുന്ന് പറഞ്ഞു വിടേണ്ട വല്ല കാര്യമുണ്ടോ? മുണ്ടും ചട്ടയിട്ട് നടക്കുന്ന നിന്റെ അമ്മ എന്ന് പറയുന്ന ആ മാലാക പിശാചിന് ഒരനാഥ പെണ്ണിനെയാ അവള് നോവിച്ചു വിട്ടിരിക്കുന്നത്. നീ പോയി വിളിച്ചിട്ട് വരുമോ? ഇപ്പൊ എങ്ങനെയുണ്ടടാ പോയി? അപ്പച്ചന് വേണ്ടി വാദിക്കാൻ നീ എന്റെ അടുത്ത് വന്നതല്ലേ? ഇപ്പൊ ഞാൻ അവളെ പറഞ്ഞു വിട്ടതായി പോയി തെറ്റ്. അരിയും തിന്ന് ആചാരിച്ച കടിച്ചതും പോരെ, എന്നിട്ട് നായ്ക്കാ മുറിവുറപ്പെന്ന് പറഞ്ഞ പോലെയായി. ക്ഷമിക്കും തോറും തല കയറുന്നു അല്ലേ? മേലിൽ നീ ഒരു അക്ഷരം വേണ്ടി പോകരുത്. ഓ, വേണ്ടെങ്കി വേണ്ട. ആകാശോടിഞ്ഞ് വിളിത്തൊന്നുമില്ലല്ലോ. എന്താ അമ്മച്ചി ഇത്? ഞാൻ എങ്ങനെയെങ്കിലും ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാ അമ്മച്ചി വന്ന്. നീ പോടാ അവിടുന്ന്. മേലാൽ അങ്ങയുടെ വക്കാലത്തും കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, പറഞ്ഞേക്കാം. ശൈലി, ഞാൻ ചോദിച്ചതിന് സമാനം പറ. ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ നീ ഹോസ്റ്റലിലേക്ക് താമസം പറ്റാനുള്ള കാരണം എന്താണെന്ന് പറ. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കള്ളം. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെങ്കിൽ പിന്നെ കരച്ചിലിന്റെ അർത്ഥം? ഞാൻ കരഞ്ഞൊന്നുമില്ല. എന്റെ കണ്ണിൽ പൊടി വീണതാ. ഷേളി, ഞങ്ങളോടൊന്നും വിളിക്കണ്ട. ഇത്ര പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ഇവിടെ എന്താ ഉണ്ടായത്? പറ. വേണ്ട ഇച്ചായ, അപ്പച്ചനും അമ്മച്ചും തമ്മിലുള്ള പ്രശ്നം കാരണം ഈ വീട് ആകെ തകർന്നിരിക്കുക. ഇനി ചേട്ടനും അനിയനും കൂടി വഴക്കിട്ട വേണ്ട. റോയ് ഞാനും തമ്മില. റോയിക്ക് ഇങ്ങനെ ഒരു മുഖം ഉണ്ടാവുമെന്ന്
ഞാൻ ഒരിക്കലും കരുതിയില്ല. ഷേളി എന്തായി പറയുന്നേ? ഇച്ചയ, ഒരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. റോയി എന്നോട് അപമര്യാദയായി പെരുമാറിയ വിവരം ഒരു കാരണവശാലും അപ്പച്ചനും അമ്മയ്ക്ക് അറിയാനിട വരരുത്. മാത്രമല്ല, ഈ പ്രശ്നത്തിന്റെ പേരിൽ നിങ്ങൾ ചേട്ടനും അനിയനും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടാവാൻ ഇടവരരുത്. ഇനി ഞാനിവിടെ നിന്ന് ശരിയാവില്ല. ഞാൻ പോട്ടെ ഇച്ചയ. ഷേളി, ഈ പ്രശ്നത്തിന്റെ പേരിൽ ഷേളി ഇവിടുന്ന് താമസം മാറിയാൽ അതിന്റെ മാനക്കേട് ഈ കുടുംബത്തിന്. അവൻ ചെയ്ത തെറ്റിന് ഷേളിയോട് ഞാൻ മാഫി ചോദിക്കാം. എന്താ ഇച്ചയ ഇതൊക്കെ? ഷേളി ഇനി ഒന്നും പറയണ്ട. ഞാൻ എന്ത് ചെയ്തെന്ന ഇച്ചാ ഈ പറയുന്നേ? എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഷേളി ഇക്കാരണവും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരുന്നെങ്കിൽ എന്ത് നാണക്കേടായനെ. പ്രായമായ ഒരു പെണ്ണിന്റെ മുറിയിൽ കുടിച്ച് ലക്കില്ലാണ്ട് കയറി ചെല്ലുക, എന്നിട്ട് അവളോട് അപമര്യാദയായി പെരുമാറുക. മദ്യപിച്ചത് അപമര്യാദയായി പെരുമാറിയതൊക്കെ ഇച്ചാനായിരിക്കും, ഞാനല്ല. അതെ, ഭാര്യയുടെ അനിയത്തിയെ കൂടെ സ്വന്തമാക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് പറ. എന്നെ ഇതിനൊന്നും വലിച്ചടിക്കണ്ട. എന്തുവാ?